ഹായ് ഗേസ്, വെൽക്കം ടു ജാസ് ഡ്രീം മീഡിയ. നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനുകളുടെ മുൻവശം പ്ലെയിനുകളുടെ മുൻവശം പോലെ നീണ്ടിരിക്കുന്നതിനുള്ള കാരണമെന്ന് നിങ്ങൾക്കറിയാമോ? എന്നാൽ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം. ജപ്പാനിലെ ഭൂപ്രകൃതിക്കനുസരിച്ച് ഏറ്റവും കൂടുതലായി റെയിൽവേ ശൃംഖലയാണുള്ളത്. അതും ഭൂമിക്കടിയിലൂടെയാണ് കൂടുതലും റെയിൽവേ ലൈനുകളുള്ളത്. നിങ്ങൾക്കറിയാമോ, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബുള്ളറ്റിൻ്റെ സ്പീഡിലാണ് ഈ ട്രെയിനുകൾ സഞ്ചരിക്കുന്നത്. ഏകദേശം 350 കിലോമീറ്റർ സ്പീഡിലാണ് മിക്കവാറും ഈ ട്രെയിനുകൾ സഞ്ചരിക്കുന്നത്. 1 മില്യണിലധികം ആൾക്കാർ ആണ് ഇവിടെ ദിവസവും ബുള്ളറ്റ് ട്രെയിനിലൂടെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഉയർന്ന വേഗതയിൽ ഓടുന്ന ഇത്തരം ട്രെയിനുകൾ തുരങ്കങ്ങളിൽ പ്രവേശിക്കുമ്പോൾ മർദ്ദം കുറയ്ക്കുന്നതിന് ഈ നീണ്ടിരിക്കുന്ന രൂപം വളരെ ഫലപ്രദമാണെന്ന് ജാപ്പനീസ് വിദഗ്ധർ നടത്തുന്ന പഠനങ്ങൾ തെളിയിക്കുന്നത്. എയറോ ഡൈനാമിക്സിന് വേണ്ടിയിട്ടാണ് ഈ നീണ്ട മുൻവശം. അതായത് കുറഞ്ഞ പ്രതിരോധം അല്ലെങ്കിൽ എയർ ഡ്രാഗ് ഉപയോഗിച്ച് വളരെ ഉയർന്ന വേഗതയിൽ പ്രവർത്തിക്കാൻ ഇത് ട്രെയിനിനെ സഹായിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടെന്ന് കരുതട്ടെ. മറ്റ് വീഡിയോകൾ കാണാൻ മറക്കരുത്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം. നിങ്ങളുടെ സ്വന്തം ജാസ് ഡ്രീം മീഡിയ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെയും എല്ലാവർക്കും എൻ്റെ ബൈ. ഒരു നല്ല ദിവസം ഒരിക്കൽ കൂടി നേരുന്നു. വീണ്ടും കാണാം നമുക്ക്.